പേരിൽ ചെയ്തു. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു സ്ഥലം മാറ്റ ഉത്തരവ്, സാധാരണഗതിയിൽ സ്ഥലം മാറ്റ ഉത്തരവ് പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്, ഇതൊന്നും വ്യക്തമാക്കപ്പെട്ടില്ല. DGP അന്വേഷിച്ച റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിന് അറിയില്ല. ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത്. ഏറ്റവും ഗുരുതരമായ ആക്ഷേപം RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെക്കുറിച്ച് DGP അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം? അല്ല, ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ? ഇതൊന്നും വ്യക്തമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള പ്രയാസമാണ് വ്യക്തമാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട്. ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. മാറ്റി 2 ചുമതലയിൽ ഒരു ചുമതല മാറ്റി, ഒരു ചുമതല തുടരുന്നു. അത് സത്യത്തിൽ പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പം ലോകത്തിലെ മുഴുവൻ ആൾക്കും എന്താ തോന്നുന്നത്, പേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന് അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മൈക്ക് എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പം മാധ്യമങ്ങൾക്കൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായിട്ട് മാറിയിരിക്കുക ഗവൺമെൻറ്. സ്പീക്കർ അങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലും. സ്പീക്കർ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളാവാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല. കാര്യം നമ്മൾ നിയമസഭയിലല്ലേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. കേരളം കത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് പ്രതിപക്ഷ നേതാവിന് പോലും സമയം കൊടുക്കാതിരുന്നാൽ എങ്ങനെ നടക്കും? നിലവാരമില്ലാത്ത മുഖ്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതാണ് തിരിച്ചു പറയാനുള്ളത്. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇരുന്നിട്ടുണ്ട്. സഖാവ് നമ്പൂതിരിപ്പാടും അച്യുതമേനോനും കരുണാകരനും നായനാറും ശങ്കറും ഒക്കെയുള്ള ഒരുപാട് പേരിരുന്ന കസേലയാണ്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് ഒരു മുഖ്യമന്ത്രിയുള്ളൂ. അപ്പോൾ സ്വന്തം നിലവാരം തന്നെ ആ മുഖ്യമന്ത്രി ഇത്തരം പറച്ചിലൂടെ പുറത്തു കൊണ്ടുവിടുന്നു.